നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിളഭൂമിയായ മലയോരത്തിന്റെ മണ്ണിൽ പോരാട്ടത്തിന്റെ പാതയിൽ ശക്തി സംഭരിച്ച് സിഒഎ ജില്ലാ സമ്മേളനത്തിന് ഇരിട്ടി ഒരുങ്ങി. സമ്മേളനം 18-19 തീയതികളിൽ. പരിയാരം ചെന്നൈന്നൂരിൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. സർവേ പൂർത്തിയാക്കാൻ അനുമതി നൽകി. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാതെയും നഷ്ടപരിഹാര തുക എത്രയെന്ന് ബോധ്യപ്പെടുത്താതെയും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി. സമരങ്ങളിലും മാർച്ചിലും മുങ്ങി കണ്ണൂർ കളക്ടറേറ്റ് പരിസരം. നിയന്ത്രിക്കാൻ സാധിക്കാതെ ഭരണകൂടവും പോലീസും. ഗതാഗത സ്തംഭനവും രൂക്ഷം. സീൽ ടിവിയിലെ സാന്ത്വനം പരിപാടിയിലൂടെ ഒരു കുടുംബത്തിനുകൂടി പുതുജീവൻ. അപൂർവ രോഗം ബാധിച്ച് ഇടിഞ്ഞു വീഴാറായ കൂരയിൽ കഴിഞ്ഞ തളിപ്പറമ്പ് ചുടലിയിലെ പാറോത്ത് സത്താറിന് പ്രവാസി വ്യവസായി MA യൂസഫ് അലിയുടെ സഹായഹസ്തം. പുതുതായി പണിത വീട് കുടുംബത്തിന് കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിളഭൂമിയായ മലയോരത്തിന്റെ മണ്ണിൽ പോരാട്ടത്തിന്റെ പാതയിൽ ശക്തി സംഭരിച്ച് സിഒഎ ജില്ലാ സമ്മേളനത്തിന് ഇരിട്ടി ഒരുങ്ങി. 18-19 തീയതികളിലാണ് സമ്മേളനം നടക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ഇരിട്ടി ഇക്കുറി ആതിഥ്യമരുളുകയാണ്. മലയോരത്തിന്റെ മണ്ണ് സമ്മേളനത്തെ ആവേശപൂർവ്വം വരവേറ്റ് കഴിഞ്ഞു. കേബിൾ മേഖലയുടെ ശക്തി ഒരിക്കലും ചോരില്ലെന്നും പോരാട്ടത്തിന്റെ വീഥികളിൽ കരുത്തോടെ മുന്നോട്ടു നീങ്ങുമെന്നും ഉറക്കെ പറഞ്ഞ് കൂട്ടായ്മയുടെ വിജയവുമായാണ് സമ്മേളനം നടക്കുക. 18-19 തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത്. 18-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇരിട്ടി പട്ടണം കേന്ദ്രീകരിച്ച് നിരവധി കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് 5 മണിക്ക് ടൌണിൽ നടക്കുന്ന പൊതുസമ്മേളനം പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കേരള ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇരിട്ടി മുനിസിപ്പൽ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചും വിവിധ വ്യാപാര സംഘടനകളെ പ്രതിനിധീകരിച്ചും നേതാക്കൾ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് 19-ാം തീയതി ഇരിട്ടി സൂര്യ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി കൺവെൻഷൻ രാവിലെ 10 മണിക്ക് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ ഉദ്ഘാടനം ചെയ്യും. KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, സംസ്ഥാന ട്രഷറർ M രാധാകൃഷ്ണൻ, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K വിജയകൃഷ്ണൻ എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10ാമത് സംസ്ഥാന സമ്മേളനം 2016 ഫെബ്രുവരി മാസം ആദ്യവാരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വെച്ച് നടക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായുള്ള നമ്മുടെ ജില്ലാ സമ്മേളനം 18-19 തീയതികളിലായി, അതായത് നാളെയും മറ്റന്നാളുമായി ഈ ഇരിട്ടി പട്ടണത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പം നാളെ ജില്ലയിലെ നമ്മുടെ സംഘടനയുടെ കീഴിലുള്ള 11 മേഖലാ കമ്മിറ്റി കീഴിൽ നിന്നായി 100 കണക്കിന് ഓപ്പറേറ്റർമാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്ര, നിരവധി കലാരൂപങ്ങളും അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളും കൂടെ അടങ്ങിയ ഒരു ഘോഷയാത്ര 4 മണിക്ക് നമ്മൾ ഇരിട്ടി പട്ടണം കേന്ദ്രീകരിച്ച് നടത്തുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇരിട്ടിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷതയിൽ കേരള ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഇരിട്ടി നഗരസഭ ചെയർമാൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ, വ്യാപാര വ്യവസായ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സംഘടനകളുടെയും നേതാക്കളും സംഘടനയുടെ സംസ്ഥാന നേതാക്കളടക്കം ഒട്ടനവധി പേർ ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്നായിട്ടുണ്ട്. അവർ എത്തും. തീർച്ചയായും ഈ സമ്മേളനത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ പ്രാധാന്യം നമുക്ക് ഈ മേഖലയിൽ എല്ലാവർക്കും അറിയാം. അതായത് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കേണ്ട അവസാന തീയതി ഡിസംബർ 31.
അപ്പോൾ ആ ഡിസംബർ 31 നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനലോഗ് സംപ്രേഷണം പൂർണ്ണമായിട്ടും സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി കണ്ണൂർ ജില്ലയിൽ നമ്മുടെ സംഘടനയ്ക്ക് കീഴിലുള്ള ഹെഡൻഡുകളിൽ അനലോഗ് സംവിധാനം സ്വിച്ച് ഓഫ് ചെയ്ത് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപിക്കാനുള്ളൊരു തീയതി നമുക്ക് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഇതാണ് പ്രധാനമായും ഇന്നത്തെ നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ പത്രസമ്മേളനത്തിൽ പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും ഈ സമ്മേളനത്തിന് തരണം എന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ്, ജില്ലാ സെക്രട്ടറി കെ സജീവ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദീപു MV, ജില്ലാ കമ്മിറ്റി അംഗം അനിൽ മംഗലത്ത്, ഇരിട്ടി മേഖലാ പ്രസിഡന്റ് CJ സോണി, മേഖലാ സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, ധർമ്മശാല. പരിയാരം പഞ്ചായത്തിലെ ചെനയന്നൂരിൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. പരിയാരം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. ജനങ്ങളുടെ ആശങ്കകളും പ്രയാസങ്ങളും ദൂരീകരിക്കാതെയും നഷ്ടപരിഹാര തുക എത്രയെന്ന് ബോധ്യപ്പെടുത്താതെയും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പാടില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. ഗെയിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗ്യാസ് പൈപ്പ് ലൈനിനെതിരെ ചെനയന്നൂരിൽ വ്യാപക പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം ഉയർന്നത്. നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തുന്നതിനായി സർവേ നടത്താൻ എത്തിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞിരുന്നു. വൻ പോലീസ് സംഘവും ഇതേ തുടർന്ന് സ്ഥലത്തെത്തി. ഇതേ തുടർന്ന് വ്യാഴാഴ്ച പരിയാരം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചർച്ചയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് A. രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു ചർച്ച. തഹസിൽദാർ രാധാകൃഷ്ണൻ, ഗെയിൽ ഡെപ്യൂട്ടി മാനേജർ PD അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P. രഞ്ജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രമ, സമരസമിതി പ്രവർത്തകരായ C. ബാലകൃഷ്ണൻ, CH വിജയൻ, T. സഹദേവൻ, KK രാമചന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ആശങ്കകളും പ്രയാസങ്ങളും സാധൂകരിക്കാനും നഷ്ടപരിഹാരം എത്രയാണെന്ന് മുൻകൂട്ടി അറിയിക്കാനും സർക്കാർ ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് തടയുമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. സർവേ പൂർത്തിയാക്കാനും യോഗം അനുമതി നൽകി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. തോട്ടട ITIയിൽ ബസ്സിടിച്ചു മരിച്ച SFI നേതാവ് KC രാജേഷിന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. പോളിടെക്നിക്കിനു മുന്നിൽ നടന്ന അനുസ്മരണം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ജനങ്ങൾക്ക് നല്ല ദിനങ്ങൾ വാഗ്ദാനം ചെയ്ത അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് VP സാനു അധ്യക്ഷത വഹിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. തോട്ടട ITI പോളിടെക്നിക്കുകളിലെ SFIയുടെ ഗുണ്ടായിസത്തിനെതിരെ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ AISF സത്യാഗ്രഹം നടത്തി. സംസ്ഥാന സെക്രട്ടറി സുകേഷ് സുധാകർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസുകളിൽ ഫാസിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ്. ഇതിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനേജ്മെന്റുകളും എല്ലാം ഇടപെടലിലൂടെ വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സംഘടിച്ചുകൂടാ, ആൺകുട്ടിയും പെൺകുട്ടിയും ക്യാമ്പസിനകത്ത് സംസാരിച്ചുകൂടാ, നിങ്ങൾ ഇന്നത് കഴിക്കണമെന്ന് പോലും ഫാസിസ്റ്റ് ഭരണാധികാരികൾ ക്യാമ്പസുകളിൽ പോലും വിലക്കേർപ്പെടുത്തുന്ന അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വിരൽ ചൂണ്ടുന്നത്. ആ സാഹചര്യത്തിൽ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ യോജിച്ച ഐക്യനിര ഉണ്ടാവണം. ആ ക്യാമ്പസുകളിൽ വർഗീയ ഫാസിസത്തിനെതിരായി പ്രതികരണത്തിന്റെ പുതിയ ഐക്യനിരയുമായി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രമാണ് ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ വേണ്ടി കഴിയുക. KSUവിനെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ ഫാസിസത്തിന്റെ പുതിയ കടന്നുവരവിനെ യഥാർത്ഥത്തിൽ അവർ സ്വാഗതം ചെയ്യുകയാണ്. ആ അപകടത്തെ ചെറുക്കാനും പ്രതിലോമകരമായ സാഹചര്യങ്ങളെ നേരിടാനും അവർക്ക് കഴിയുന്നില്ല. ജില്ലാ പ്രസിഡന്റ് വൈശാഖ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഖേഷ് പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. റോഡ് നിർമ്മാണത്തിൽ അഴിമതി. UDF ഭരിക്കുന്ന മാടായി പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് സെക്രട്ടറി AP സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
മാടായി പഞ്ചായത്തിലെ മാടായിക്കാവ് വണ്ണാംതോടം റോഡ് നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയുണ്ടെന്നാരോപിച്ചായിരുന്നു സമരം. 10 മണിയോടെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പഞ്ചായത്ത് ഓഫീസിലെത്തി. പഞ്ചായത്ത് സെക്രട്ടറി 10:30 എത്താത്തതിനെ തുടർന്ന് സമരക്കാർ പഞ്ചായത്തിനകത്ത് കയറിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. മാടായി പഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന റോഡിൽ വ്യാപക അഴിമതിയുണ്ടെന്നും ഇതേക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്ററി മണ്ഡലം സെക്രട്ടറി AV സനൽകുമാർ ആവശ്യപ്പെട്ടു. മടപ്പള്ളി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. 11 മണിയോടെ പഴയങ്ങാടി SI ശശികുമാറിന്റെ നേതൃത്വത്തിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. സീൽ ന്യൂസ്, ചെറുകുന്ന്. മാടായിക്കടവ് വണ്ണാംതടം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം പ്രഹസനമെന്ന് ഡിവൈഎഫ്ഐ. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് ഡിവൈഎഫ്ഐ ആണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. മാടായി ഗ്രാമപഞ്ചായത്തിലെ മാടായിക്കാവ് വണ്ണാംതടം ലക്ഷം വീട് കോളനി റോഡ് നിർമ്മാണം 38,000 രൂപയ്ക്കാണ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. റോഡ് നിർമ്മാണം തീർത്തും അശാസ്ത്രീയമാണെന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ മാടായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് കരാറുകാരനുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ധാരണയായതായി ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ മുതൽ വീണ്ടും പ്രവൃത്തി നടത്തിയിരുന്നു. ഡിവൈഎഫ്ഐ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി TV സജേഷ് പറഞ്ഞു. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയും അതുപോലത്തെ ഇവിടുത്തെ സുവർണ സ്വയം സഹായ സംഘത്തിന്റെയും ഒക്കെ പേര് തന്നെ പഞ്ചായത്തിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇന്ന് പഞ്ചായത്തിൽ ചില ഒരു സമരാഭാസ നാടകം കളിച്ചിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. കണ്ണൂരിൽ നിന്ന് തെക്കുഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ചില തൊഴിലാളികൾ ചേർന്ന് തടഞ്ഞുവെക്കുന്നതിനെതിരെ പോലീസ് കർശന നടപടി സ്വീകരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ആയിരിക്കില്ലെന്നും കോർപ്പറേഷൻ കമ്മിറ്റി ചെയർമാൻ VJ സെബാസ്റ്റ്യൻ പറഞ്ഞു. സമരത്തിൽ നിന്നും പിന്തിരിയണം. മിന്നൽ പണിമുടക്കിനെതിരെയുള്ള സമരം ജനം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ പ്രതികരിച്ചു. തോട്ടട ITIക്ക് സമീപം വിദ്യാർത്ഥികളും ജീവനക്കാരും തമ്മിൽ സംഘട്ടനമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള ബസ്സുകൾ 2 ദിവസം സർവീസ് നിർത്തിവെച്ചു. എന്നാൽ വ്യാഴാഴ്ച ചില തൊഴിലാളികൾ കൂത്തുപറമ്പ് ഭാഗത്തേക്കുള്ള ബസ്സുകൾ അടക്കം തടഞ്ഞു. ഇതേ തുടർന്നാണ് കളക്ടർ, RTO, ജില്ലാ പോലീസ് മേധാവി എന്നിവരെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ടത്. ബസ്സുകൾക്ക് വേണ്ട സംരക്ഷണം ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സർവീസ് നടത്താതിരുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ് തൊഴിലാളികളുടെ ലൈസൻസ് അടക്കം ഇല്ലാതാവും. ഇക്കാര്യത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ഉത്തരവാദിത്വമുണ്ടായിരിക്കില്ല. ബസ് തൊഴിലാളികൾ നടത്തുന്ന മിന്നൽ പണിമുടക്കിനെതിരെയുള്ള സമരം ജനം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പിൽ ഹൈവേക്കരികിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ സംഭവത്തിൽ നടപടി. മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തു. സീൽ വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. ഹൈവേയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന മിലൻ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നത്. ബാർബർ ഷോപ്പിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമെല്ലാം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയായിരുന്നു ഇവിടെ. ഇത് വ്യാപാരികൾക്കടക്കം ഏറെ ദുരിതമായിരുന്നു സമ്മാനിച്ചത്. പ്രശ്നം സംബന്ധിച്ച് സീൽ വാർത്തകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തുകയും കെട്ടിടം ഉടമയോട് മാലിന്യം മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് ഇവിടം ശുചീകരിച്ചത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്ങിന്റെ സമീപം നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ മറ്റ് വേസ്റ്റുകളും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. സീൽ TV വാർത്തയെ തുടർന്ന് നഗരസഭാ അധികാരികളും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും ചേർന്ന് അത് നീക്കം ചെയ്യുകയും അവിടുത്തെ മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണത്. നമുക്കറിയാം, ഇന്ന് ടൗണുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം. ആ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നഗരസഭയും അതുപോലെ മറ്റ് ബിൽഡിംഗ് അധികാരികളും ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ഒരിടവേളയ്ക്ക് ശേഷം ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ മാർച്ചുകളുടെ പ്രളയം. വ്യാഴാഴ്ച രാവിലെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത 3 മാർച്ചുകളാണ് കളക്ട്രേറ്റിന് മുന്നിൽ നടന്നത്. ഇതുമൂലം മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. സമരങ്ങളും മാർച്ചുകളും മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. രാവിലെ 10:30 കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ 100 കണക്കിന് ആളുകൾ അണിനിരുന്ന മാർച്ച് കളക്ടറേറ്റിന് മുന്നിലെത്തി. തൊട്ടുപിറകെ SKSSFന്റെ പടുകൂറ്റൻ മാർച്ച്.
11:30 ഉത്തര കേരള മലയൻ സമുദായോദ്ധാരണ സംഘം നേതൃത്വത്തിൽ മഹിളകളുടെ മാർച്ചും കളക്ടറേറ്റ് പടിക്കലെത്തി. മണിക്കൂറുകളോളം നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു. ഡിവൈഎസ്പി ടി.പി. മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല. ആംബുലൻസ് അടക്കം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. 11:35 കളക്ടർ പി. ബാലകിരണും ഗതാഗതക്കുരുക്കിൽ. ഒരിടവേളയ്ക്ക് ശേഷം കളക്ടറേറ്റിന് മുന്നിൽ വീണ്ടും സമരങ്ങളുടെ പ്രളയം വരുമ്പോൾ ജനം ഒട്ടൊന്നുമല്ല വിഷമിക്കുന്നത്. തൊട്ടപ്പുറം ട്രാഫിക് സ്റ്റേഷനു മുന്നിൽ പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ നടുറോട്ടിലും കാണാനുണ്ടായിരുന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കളക്ടറേറ്റിന് മുന്നിൽ സത്യഗ്രഹം നടത്തി. പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി.വി. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പെൻഷനർ നൽകിയ കേസിന് അനുകൂലമായി വിധിച്ചപ്പോൾ, കീഴ്ക്കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ആ അപ്പീലിനെ നിരാകരിച്ചുകൊണ്ട് നൽകിയ ഒരു വിധിയിലാണ് പെൻഷൻ എന്നത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ്. ശമ്പള പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് സംഘടനയുമായി ചർച്ച ചെയ്ത് ആവശ്യമായ ഭേദഗതിയിലൂടെ ഉടൻ നടപ്പിലാക്കുക, മിനിമം പെൻഷൻ 10,000 രൂപയാക്കുക, മിനിമം ആനുകൂല്യം 2,000 രൂപയായി നിശ്ചയിക്കുക, പ്രായമേറിയ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് എം.വി. കൃഷ്ണപൊതുവാൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി ടി.പി. നാരായണൻ നമ്പ്യാർ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ. കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. CPM അഴീക്കോട് സൗത്ത് ലോക്കൽ കമ്മിറ്റി കണ്ണൂരിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് കച്ചേരിപ്പാറ വാട്ടർ ടാങ്കിന്റെ ചോർച്ച പരിഹരിക്കുക, നിരന്തരം കാണുന്ന പൈപ്പ് പൊട്ടലിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. അഴീക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സി. പ്രസന്ന, CPM ലോക്കൽ സെക്രട്ടറി മണ്ടുക്കൻ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്തര കേരള മലയ സമുദായോദ്ധാരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾ കളക്ടറേറ്റിനു മുന്നിൽ ധർണ നടത്തി. കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി സുരേഷ് ബാബു എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. അഗ്നിശുദ്ധിയുടെ, ജീവിതശുദ്ധിയുടെ എല്ലാം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിത പരിച്ഛേദമാണ് ഈ സമുദായം എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ എനിക്ക് കഴിയും. 30 വയസ്സ് കഴിഞ്ഞ നാടൻ പേറ്റിച്ചിമാർക്ക് പെൻഷൻ നൽകുക, സമുദായത്തിലെ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് JTHN പരിശീലനത്തിൽ 50% സംവരണം ഏർപ്പെടുത്തുക, മുഴുവൻ കുടുംബാംഗങ്ങളെയും BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സംസ്ഥാന പ്രസിഡന്റ് BM ശരണ്യ അധ്യക്ഷത വഹിച്ചു. MB കൃഷ്ണൻ, മനോഹരൻ പണിക്കർ, ചിത്ര രവി പണിക്കർ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. അന്താരാഷ്ട്ര അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SUSSF കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. 25 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അറബിക് പഠിക്കുന്ന കേരളത്തിൽ അറബിക് സർവകലാശാല യാഥാർത്ഥ്യമാക്കണമെന്നായിരുന്നു ആവശ്യം. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം PP ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് മലപ്പുറം ജില്ല വന്നപ്പോൾ മലപ്പുറം ജില്ല വരാൻ തുടങ്ങുന്ന ആ പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടെ പലരും പറഞ്ഞു പരത്തിയിരുന്നു അതൊരു പാകിസ്ഥാനിന്റെ കേന്ദ്രമായി തീരും, അവിടെ പാകിസ്ഥാനികൾ വന്ന് തടിച്ചുകൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപറ്റം ആളുകൾ ശ്രമിച്ചിരുന്നു. എന്നാൽ മലപ്പുറം ജില്ല വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് ചരിത്രം കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്ന അവസരത്തിലും ഈ വർഗീയതയും ഈ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആ മൂല്യമായ കാര്യങ്ങൾ ഇവിടെ നിലനിർത്താനും എന്നതാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന ഒരു മഹത്തായ കാര്യം. ജില്ലാ പ്രസിഡന്റ് ബഷീർ സദി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ബഷീർ ഫൈസി ദേശമംഗലം പ്രഭാഷണം നടത്തി. മെഹറൂഫ് മട്ടന്നൂർ, സിദ്ദിഖ് ഫൈസി വെൺമണൽ, ഉനൈദ് ശാലാട് എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. നടുവിൽ വില്ലേജ് ഓഫീസിന്റെ താൽക്കാലിക പ്രവർത്തനത്തിനായി ഗ്രാമപഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത ബിൽഡിംഗ് പ്രായോഗികമല്ലെന്ന് സ്ഥലം സന്ദർശിച്ച തളിപ്പറമ്പ് തഹസിൽദാർ. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാൻ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ശോചനീയാവസ്ഥയിലുള്ള വാടക കെട്ടിടത്തിൽ നിന്നും വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം കുടുംബശ്രീ വിപണന കേന്ദ്രത്തിനായി പണിത പഞ്ചായത്ത് കോമ്പൗണ്ടിലെ കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നതായിരുന്നു പഞ്ചായത്തിന്റെ ആവശ്യം. ഈ നിർദ്ദേശത്തെ തുടർന്നാണ് തളിപ്പറമ്പ് തഹസിൽദാർ കെട്ടിടം പരിശോധിക്കാൻ എത്തിയത്.
ഓഫീസ് പ്രവർത്തിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും രേഖകളും മറ്റും സൂക്ഷിക്കാനുള്ള സൗകര്യമോ സുരക്ഷയോ ഇല്ലെന്നതാണ്. ADMുമായി സംസാരിച്ച് അന്തിമ ധാരണയിലെത്താമെന്ന് തഹസിൽദാർ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു. അതിനിടെ അപകടാവസ്ഥയിലായ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗമാണ് പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാലൻ ചെയർമാനും വില്ലേജ് ഓഫീസർ കൺവീനറും വൈസ് പ്രസിഡന്റ് ജോയിന്റ് കൺവീനറുമായ കമ്മിറ്റിയിൽ പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സീൽ ന്യൂസ്, നടുവിൽ. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ ബയോഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ആവശ്യത്തിനുള്ള ജൈവ കീടനാശിനിയും ജൈവവളവും നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനാണ് കൃഷിവകുപ്പിന്റെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹായത്തോടെ ബയോഫാർമസി ആരംഭിച്ചത്. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന MV പ്രേമരാജൻ നിർവഹിച്ചു. തുടർന്ന് പ്രോജക്ട് വിശദീകരണവും നടന്നു. KP അനിത, V ഭാസ്കരൻ, PK ചിത്രലേഖ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ഓവുചാലില്ലാത്തതുമൂലം മഴ പെയ്താൽ നടുവിൽ മേഖലയിലെ റോഡുകൾ തോടായി മാറുന്നു. നടുവിൽ ടൗണിൽ ഉൾപ്പെടെ വെള്ളം കെട്ടിനിൽക്കുന്നത് കാൽനട വാഹനയാത്ര കടുത്ത ദുഷ്കരമാവുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തത് കാരണം നടുവിൽ ടൗണിലും സെൻട്രൽ ജംഗ്ഷനിലുമെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിൽ തന്നെ. മഴ ശക്തമായി പെയ്താൽ കടകളിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരും ഏറെ ദുരിതമാണ് ഇതുമൂലം അനുഭവിക്കുന്നത്. നടുവിൽ ടൗണിലെ ഓവുചാലുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൊതുകു വളർത്തൽ കേന്ദ്രമായി ഓവുചാലുകൾ മാറി. ഇപ്പോൾ ടൗണിലെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടാണ്. ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീൽ ന്യൂസ്, നടുവിൽ. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ കണ്ണൂരിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. യോഗശാല ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ക്ലർക്കുമാർ ജോലിസ്ഥലത്ത് നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കേരള അഡ്വക്കേറ്റ് ആൻഡ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A രവി അധ്യക്ഷത വഹിച്ചു. C രവി, PV പ്രഭാകരൻ, K ജയരാജൻ, CK സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. വിധിയുടെ തീച്ചൂടിൽ അകപ്പെട്ട് കരിഞ്ഞു തുടങ്ങുന്ന ജീവിതത്തെ സ്വപ്നലോകത്തിലേക്കും ജീവിത പ്രകാശത്തിലേക്കും കുറെ കരങ്ങൾ പിടിച്ചുയർത്തി. ഇതിന് സഹായകമായത് സീൽ TVയിലെ സാന്ത്വനം എന്ന പരിപാടിയും. അപൂർവ രോഗം ബാധിച്ച് ശരീരാവയവങ്ങൾ തളരുന്ന രോഗം പിടികൂടിയ ചുടലിയിലെ പാറോത്ത് സത്താറിന്റെ കുടുംബത്തിന് പരിപാടി കണ്ട പ്രവാസി വ്യവസായി MA യൂസഫ് അലി 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തത്. ചുടല സ്വദേശി പാറോത്ത് സത്താറിന്റെ ജീവിതം ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു. അപൂർവ രോഗം ബാധിച്ച് പൊളിഞ്ഞു വീഴാറായ കൂരയിൽ 8 ജീവിതങ്ങൾ. മഴയും വെയിലുമേറ്റ് ഒരു നേരത്തെ അന്നത്തിന് പോലും വക കണ്ടെത്താനാവാതെ ഏതു നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം. ഇങ്ങനെ ജീവിതത്തിന്റെ തീരാ ദുരിതങ്ങളിൽ കഴിയുമ്പോഴാണ് സീൽ TVയുടെ സാന്ത്വനം പരിപാടിയിലൂടെ ഇവരുടെ ജീവിതം സമൂഹത്തിൽ എത്തുന്നത്. വിദേശത്ത് ഉൾപ്പെടെ ഇവരുടെ അവസ്ഥയുടെ നേർചിത്രം എത്തിക്കുവാനും കഴിഞ്ഞു. ഇത് പ്രവാസി വ്യവസായി MA യൂസഫ് അലി കാണുകയും കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുന്നിട്ടിറങ്ങുകയുമായിരുന്നു. വീടിനായി 40 ലക്ഷം രൂപയും ഇതിനു പുറമെ 10 ലക്ഷം രൂപയുടെ ധനസഹായവും ഇദ്ദേഹം നൽകി. ഇതേ തുടർന്ന് ചുടല ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം ആരംഭിച്ചു. പൂർണ്ണ സജ്ജീകരണങ്ങളോടെ മനോഹരമായ വീട് ഇവർക്കായി നിർമ്മിച്ചു നൽകി. നന്മയുടെ കരങ്ങൾ തങ്ങൾക്ക് സഹായകമായി എത്തിയതിലും വീട് നിർമ്മിച്ചു നൽകിയതിലും ഏറെ സന്തോഷമുണ്ടെന്നും എല്ലാവരോടും നന്ദിയുണ്ടെന്നും സത്താറും കുടുംബാംഗങ്ങളും പറഞ്ഞു. MSL എടുത്ത് പള്ളി കമ്മിറ്റി മുഖേന എടുത്ത് അങ്ങനെ പള്ളി കമ്മിറ്റിയാണ് ഇത് എടുത്തു തന്നത്. ഇവർ പള്ളി കമ്മിറ്റിനെ ഏൽപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. യൂസഫ് അലി സാഹിബ് ജമാഅത്ത് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയും ജമാഅത്ത് കമ്മിറ്റിയെ 25 ലക്ഷം രൂപ ഏൽപ്പിക്കുകയും ജമാഅത്ത് കമ്മിറ്റി ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ജമാഅത്ത് കമ്മിറ്റി നമ്മുടെ നാട്ടിലുള്ള വളരെ കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിന് ഈ സഹായം ചെയ്തതിന് ജമാഅത്ത് കമ്മിറ്റിക്ക്
എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും. വീടിന്റെ താക്കോൽ കുടുംബത്തിന് ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ NP സ്വരാജ് കൈമാറി. ഇതിൻ്റെ മേൽനോട്ട് വഹിച്ചത് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയാണ്. അതുപോലെ ഇവരിപ്പോൾ ഇതുവരെയ്ക്ക് വളരെ ആശ്വാസമായിരിക്കുകയാണ്. ഇവരുടെ അവസ്ഥ അത്രയും വളരെ ദയനീയമാണ്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി യൂസുഫലി സാറ് പ്രത്യേകിച്ചും ഏൽപ്പിച്ച കാര്യമാണ്. അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ ബാങ്കിലിട്ട് അതിൻ്റെ വരുമാനം അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഏർപ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട്. സീൽ TV MD KM അജികുമാർ, VC സുധൻ, മുഹമ്മദ് ഉമ്മർ എന്നിവർ സംബന്ധിച്ചു. നിരവധി പേരാണ് ഈ കുടുംബത്തിന് കാരുണ്യ സ്പർശവുമായി എത്തിയതും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തളിപ്പറമ്പ് ജീവകലാകേന്ദ്രം സംഘടിപ്പിക്കുന്ന 2ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 20 മുതൽ 23 വരെ തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. നാടകരചയിതാവും സംവിധായകനുമായ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2ാമത് പ്രൊഫഷണൽ നാടകോത്സവം ഈ വരുന്ന 2015 ഡിസംബർ 20 മുതൽ 23 വരെ തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ നാടകരംഗത്തെ 4 നാടക സംഘങ്ങളാണ് ഈ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. ജെയിംസ് മാത്യു MLA നാടകനടി രജിത മധുവിന് സപ്ലിമെന്റ് നൽകി പ്രകാശനം ചെയ്യും. മുഖ്യാതിഥികളായി കരുവള്ളൂർ മുരളി, സുരേഷ് ബാബു ശ്രീസ്ത, ഹരിദാസ് ചെറുകുന്ന് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും. എല്ലാ ദിവസവും നാടക ചർച്ചയും ഉണ്ടാകും. പ്രവേശനം പാസ് മുഖേനയാണ്. 20-ന് അമ്പലപ്പുഴ സാരഥിയുടെ കടൽ ശാന്തമാണ്, 21-ന് കൊല്ലം അനശ്ശേരിയുടെ മഞ്ഞു പെയ്യുന്ന മനസ്സ്, 22-ന് കൊട്ടാരക്കര ആശ്രയയുടെ മഞ്ഞിൽ വിരിഞ്ഞ സ്നേഹം, 23-ന് കോഴിക്കോട് കാവ്യകലയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നീ നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ നിന്നും ഏറ്റവും നല്ല നാടകം കാണികൾ തിരഞ്ഞെടുക്കും. വാർത്താ സമ്മേളനത്തിൽ M സന്തോഷ്, P ഗോപിനാഥൻ, K ബിജുമൻ, K മനോജ് എന്നിവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ജില്ലാ ലൈബ്രറി കൌൺസിൽ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി കോട്ടൂർ UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ചോദ്യപേപ്പർ വിതരണം ചെയ്തു. ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി PK ബൈജു പരിപാടിക്ക് നേതൃത്വം നൽകി. അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ വായനശാല എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി നടത്തുന്നത്? ഇത് നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ നടന്ന പരീക്ഷ ഉണ്ടല്ലോ, ആ പരീക്ഷ പോലുള്ള പരീക്ഷയല്ല. നിങ്ങൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. നിങ്ങൾക്ക് സ്വന്തം അന്വേഷിക്കാനുള്ള ഒരു ത്വരയുണ്ടാവണം. ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും അതിനുവേണ്ടിയാണ് ഈ അക്ഷരോത്സവം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓപ്പൺ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ഉയർന്ന മാർക്ക് ലഭിക്കുന്നവരെ പങ്കെടുപ്പിച്ച് മേഖലാതല മത്സരം സംഘടിപ്പിക്കും. കോട്ടൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ TP തോമസ് അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണൻ, P ജനാർദ്ദനൻ, EK അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ സമ്മേളനവും വിജയ് ദിവസ് ആഘോഷവും സംഘടിപ്പിച്ചു. വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു. വിമുക്ത ഭടന്മാരുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയുമാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ നേടിയ വിജയത്തെ അനുസ്മരിച്ചാണ് ഡിസംബർ 16 വിജയ് ദിവസ് ആയി ആചരിക്കുന്നത്. ഗുരുഭവനിൽ നടന്ന വിജയ് ദിവസ് ആഘോഷത്തിൽ അഡ്വക്കേറ്റ് ബൽറാം KK അധ്യക്ഷത വഹിച്ചു. CK മോഹനൻ, PR രാജൻ, റിട്ടയർഡ് കേണൽ രാംദാസ്, ശശിധരൻ K തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. KAP 4ാം ബറ്റാലിയനിൽ പ്രവർത്തിക്കുന്ന മൈത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം RTC ഹാളിൽ വെച്ച് നടന്നു. കമാൻഡന്റ് KP ഫിലിപ്പ് IPS ഉദ്ഘാടനം ചെയ്തു. ബറ്റാലിയനിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. യോഗത്തിൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. 2015-17 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഡോക്ടർ P വിജയൻ, T ശ്രീരാമ, C അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച് ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി പുതിയങ്ങാടിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചൂട്ടാടിൽ നിന്നും ആരംഭിച്ച ജാഥ മൊട്ടാമ്പ്രത്ത് സമാപിച്ചു.
വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിളംബര ജാഥ നടന്നത്. പുതിയങ്ങാടി ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുന്നത് നാടിന്റെ ഉത്സവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മാടായി പഞ്ചായത്ത് നിവാസികൾ. ചൂട്ടാട് പ്രദേശത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര മൊട്ടാമ്പ്രത്ത് സമാപിച്ചു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, വൈസ് പ്രസിഡന്റ് M പവിത്രൻ, സജി വർഗീസ്, M സുഹറാബി തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, ചെറുകുന്ന്. പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഊട്ടുപുരിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഡിസംബർ 31-നകം അപേക്ഷ നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവാഹ ആവശ്യത്തിലേക്കുള്ള വസ്ത്രം, സ്വർണ്ണാഭരണം, ഭക്ഷണം എന്നിവ കമ്മിറ്റി വകയായി നൽകും. തളിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ഡിസംബർ 31-നകം അപേക്ഷ ക്ഷണിക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു നല്ല കാര്യം ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ തളിപ്പറമ്പ് പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആവശ്യമുള്ളത് ആർക്കാണോ അവർക്ക് അത് ചെയ്യുന്നു. സെക്രട്ടറി, പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, ശ്രീകൃഷ്ണ നഗർ, തളിപ്പറമ്പ്, PO കണ്ണൂർ എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കാം. പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രസിഡന്റ് AV ഗോവിന്ദൻ നമ്പ്യാർ, പുളിമ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം സെക്രട്ടറി TV രവിചന്ദ്രൻ, ശ്രീകൃഷ്ണ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ PV വത്സരാജൻ, ശ്രീകൃഷ്ണ ക്ഷേത്ര സംരക്ഷണ സമിതി കൺവീനർ അഡ്വക്കേറ്റ് U അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കാൻഫെയർ 2015 അഖിലേന്ത്യാ വിദ്യാഭ്യാസ വ്യവസായ ശാസ്ത്ര വിനോദ പ്രദർശനം കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ 18-ന് 5-ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കണ്ണൂർ റേഞ്ച് DIG ദിനേന്ദ്ര കശ്യപ് വിശിഷ്ടാതിഥിയായിരിക്കും. കണ്ണൂർ മേയർ EP ലത അധ്യക്ഷത വഹിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുമേഷ്, കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ C സമീർ, കേരള ആംഡ് ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡന്റ് TK സാഗുൽ, കൌൺസിലർമാരായ TO മോഹനൻ, അഡ്വക്കേറ്റ് ഇന്ദിര, അഡ്വക്കേറ്റ് ലിഷ ദീപക് എന്നിവർ സംസാരിക്കും. വിജ്ഞാനത്തിനും വിനോദത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന കാൻഫെയർ 2015-ൽ വിപുലമായ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ പവലിയനുകൾക്കു പുറമെ മെഡിക്കൽ ക്യാൻസർ പവലിയനുകളും കാൻഫെയറിന്റെ പ്രത്യേകതകളാണ്. സീൽ ന്യൂസ്, കണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിളഭൂമിയായ മലയോരത്തിന്റെ മണ്ണിൽ പോരാട്ടത്തിന്റെ പാതയിൽ ശക്തി സംഭരിച്ച് COA ജില്ലാ സമ്മേളനത്തിന് ഇരിട്ടി ഒരുങ്ങി. സമ്മേളനം 18, 19 തീയതികളിൽ. പരിയാരം ചെന്നൈന്നൂരിൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. സർവേ പൂർത്തിയാക്കാൻ അനുമതി നൽകി. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാതെയും നഷ്ടപരിഹാര തുക എത്രയെന്ന് ബോധ്യപ്പെടുത്താതെയും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി. സമരങ്ങളിലും മാർച്ചിലും മുങ്ങി കണ്ണൂർ കളക്ട്രേറ്റ് പരിസരം. നിയന്ത്രിക്കാൻ സാധിക്കാതെ ഭരണകൂടവും പോലീസും. ഗതാഗത സ്തംഭനവും രൂക്ഷം. സീൽ TVയിലെ സാന്ത്വനം പരിപാടിയിലൂടെ ഒരു കുടുംബത്തിനുകൂടി പുതുജീവൻ. അപൂർവ രോഗം ബാധിച്ച് ഇടിഞ്ഞു വീഴാറായ കൂരയിൽ കഴിഞ്ഞ തളിപ്പറമ്പ് ചുടലിയിലെ പാറോത്ത് സത്താറിന് പ്രവാസി വ്യവസായി MA യൂസഫ് അലിയുടെ സഹായഹസ്തം. പുതുതായി പണിത വീട് കുടുംബത്തിന് കൈമാറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.